മൂവാറ്റുപുഴ EEC മാർക്കറ്റിലെ പോളി ഹൗസ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കി കൃഷി ആരംഭിച്ചു. ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിലാണ് പോളി ഹൗസ് അറ്റകുറ്റപ്പണികൾ നടത്തി കൃഷി പുനരാരംഭിച്ചിരിക്കുന്നത്. കൃഷി ചെയ്ത വള്ളിപ്പയറും കുക്കുംബറും ഇതിനോടകം വിളവെടുത്തു കഴിഞ്ഞു. മൂവാറ്റുപുഴ EEC മാർക്കറ്റിലെ പോളി ഹൗസ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കി കൃഷി ആരംഭിച്ചു. ഒരു കൂട്ടം യുവ കർഷകരുടെ നേതൃത്വത്തിലാണ് പോളി ഹൗസ് അറ്റകുറ്റപ്പണി നടത്തി കൃഷി പുനരാരംഭിച്ചത്. വള്ളിപ്പയറും കുക്കുംബറുമാണ് കൃഷി ചെയ്തത്. നല്ല വിളവ് ലഭിച്ചതായി കർഷകർ പറഞ്ഞു. സംസ്ഥാന ഹോർട്ടികോർപ്പ് മിഷന്റെ നേതൃത്വത്തിൽ മാതൃകാ പ്രൊജക്റ്റായി 2017 ആധുനിക കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി EEC മാർക്കറ്റിലെ തരിച്ചു കിടന്ന ഭൂമിയിൽ പോളി ഹൗസ് നിർമ്മിച്ചത്. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. ആദ്യം EEC മാർക്കറ്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. എന്നാൽ കൃഷി പരാജയപ്പെട്ടു. കൃഷിയെല്ലാം ഉണങ്ങി നശിച്ചതോടെ പോളി ഹൗസ് പാട്ടത്തിന് നൽകാൻ ആരംഭിച്ചു. പിന്നീട് പലരും പാട്ടത്തിനെടുത്ത് കൃഷി നടത്തിയെങ്കിലും അറ്റകുറ്റപ്പണികളില്ലാതെ പോളി ഹൗസ് നശിച്ചു പോവുകയായിരുന്നു. വളരെ ഡ്രൈ ആയിട്ട് കിടന്നൊരു ലാൻഡിനെ ഈ തരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. പിന്നെ അടുത്തത് കൃഷി ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് ടൈപ്പിലുള്ള വിളകളും നമുക്കിത് പ്രിസിഷൻ ഫാമിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ടെക്നോളജി യൂസ് ചെയ്യണം. അപ്പോൾ ആ ടെക്നോളജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ടുള്ള ഫണ്ട് വേണം. അപ്പോൾ വൻകിട കൃഷിക്കാർ പോലെയുള്ള രീതിയിൽ നമുക്കത് ഫണ്ട് ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കൃഷിക്കാരും ഇതിനകത്തേക്ക് ഒരിക്കലും ഇറങ്ങില്ല. കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല. അവരുടെ വരുമാനം മൊത്തം ഇതിനകത്ത് തീർത്തിട്ട് അവർ പാപ്പരായിട്ട് ഒരു കൃഷിക്കാരും എത്തില്ല. ഉള്ള കൃഷിക്കാർ തന്നെ ആകെപ്പാടെ ഇടങ്ങേറായിട്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെയുള്ളൊരു സാഹസത്തിന് മുതിരില്ല. ഇതിനുശേഷം ഇത് പലവട്ടം അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൃഷിക്ക് അനുയോജ്യമായ അവസ്ഥയിലായിരുന്നില്ല പോളി ഹൗസ്. ഇതിനിടയിലാണ് കർഷകരായ എൽദോസ് എൻ പോൾ, PB അനൂപ്, സർജ മൂസ എന്നിവർ ചേർന്ന് പോളി ഹൗസ് അറ്റകുറ്റപ്പണികൾ നടത്തി കൃഷി പുനരാരംഭിച്ചത്. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ, രോഗ കീടാക്രമണങ്ങൾ തുടങ്ങിയവ വലിയൊരളവ് വരെ പരിഹരിക്കുന്നതാണ് പോളി ഹൗസ് കൃഷി സമ്പ്രദായം. കാർഷിക വിളകൾക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നൽകുന്നതിനൊപ്പം കുറഞ്ഞ ചിലവിൽ കൂടുതൽ വിള ലഭ്യമാക്കുകയും ചെയ്യും. പോളി ഹൗസിന്റെ എല്ലാ ഗുണങ്ങളും ഇവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നും എങ്കിലും മികച്ച വിളവ് ലഭിച്ചതായും കർഷകർ പറഞ്ഞു. ഇതിൻ്റെ ഈ പോളി ഹൗസ് എടുത്തതിൻ്റെ റേറ്റ് അല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെ ഈ കൃഷിക്ക് ചെയ്യാൻ പാകുന്ന ഭാഗത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ളൊരു എക്സ്പെൻസ് ഉണ്ട്. അത് നല്ലൊരു എക്സ്പെൻസാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം നമ്മളിപ്പോൾ നേരിടുന്ന കൃഷി പരിപാലനമുണ്ട്. നട്ട സാധനം പരിപാലിക്കാൻ നമുക്ക് ടൈം കുറയ്ക്കണം. അതിന് നമുക്ക് ഇതിനകത്തേക്ക് ടെക്നോളജി കൊണ്ടുവരണം. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ടെക്നോളജി കൊണ്ടുവന്നിട്ടേ ഇല്ല. ഞങ്ങൾക്ക് ഇപ്പം ലോകത്ത് കൃഷിക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ ഒരു 20% ടെക്നോളജി ഈ പോളി ഹൗസിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ 30. ഇനി നമുക്ക് ഒരുപാട് ടെക്നോളജികൾ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ എല്ലാ ടെക്നോളജിയും ഇതിനകത്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് കൃഷി നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഒരുപാട് മെക്കനൈസേഷൻ്റെ പാർട്ടുകളുണ്ട്, ഓട്ടോമേഷൻ്റെ പാർട്ടുകളുണ്ട്. ഇതൊന്നും ഇതിനകത്തേക്ക് ഇപ്പം നിലവിൽ കൊണ്ടുവന്നിട്ടില്ല. നിസ്സാരം ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ. പൂർണ്ണമായും ജൈവകൃഷിയാണ് ഇവിടെ നടത്തിയത്. അതിനാൽ തന്നെ മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ലഭിക്കുന്നതെന്നും പറയുന്നു. നമ്മൾ ചെയ്തിരിക്കുന്ന കൃഷി എന്ന് പറയുമ്പോൾ പയറാണല്ലോ. ഇത് ജൈവ കൃഷി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരിട്ട് വന്ന് മേടിക്കാവുന്ന രീതിയിലാണ് നമ്മളിത് വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് പുറമേയുള്ള മാർക്കറ്റുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നമ്മൾ പയറിൻ്റെ വില ഇടിഞ്ഞ രീതിക്കാണ് നമുക്ക് ഇതിൻ്റെ വില കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ലാഭമെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നമുക്ക് നേരിട്ടൊരു വിപണനം നടത്തിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ട് കൃഷി വിളവെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെയും ഒന്ന് അറിയിക്കുകയോ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്ത് നമ്മൾ പുറമേ അറിയിക്കുകയും പിന്നെ നമ്മളത് നേരിട്ട് വിപണനം നടത്തുകയും ചെയ്യാമെന്നാണ് നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയും ഗുണമേന്മയുള്ള പച്ചക്കറി നൽകിയിട്ടും മാന്യമായ വില ലഭിക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു. പയർ കൃഷിക്ക് ശേഷം തണ്ണിമത്തൻ കൃഷി തുടങ്ങുമെന്നും ഈ യുവ കർഷകർ പറയുന്നു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.